പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകമെമ്പാടുമുള്ള സകല കത്തോലിക്ക വിശ്വാസികളോടും ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സഭയുടെ ഒരു ഭാഗമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. ഈ അതിരൂപതയിലെ പൈശാചിക ശക്തികൾ പ്രവർത്തനം തുടങ്ങിയിട്ട് നാളേറെയായി. ഇപ്പം ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തിന്മയായിട്ട് ഇത് അതപ്പതിച്ചിരിക്കുന്നത്. പിതാക്കന്മാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അക്രമം കാണിച്ചിട്ട് പോലീസിനെ കൂടെ വാരിയലിൽ ചവിട്ടി ഓടിക്കുന്ന തരത്തിൽ ഭീകരമായ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് മറുപടി പറയുക എന്ന് നമുക്കറിയില്ല. ഇത് ഒരു ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങ് അവസാനിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. മറിച്ച് ഇത് മനുഷ്യനോടല്ല, മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ഭീകരമായ ആധിപത്യത്തോടാണ് ഞാൻ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. ഇവിടെ ആരെങ്കിലും ഒരു ഉപദേശം പറയുകയോ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്താൽ ഈ തിന്മ അടങ്ങില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഇത്തരം തിന്മകളെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും അല്ലാതെ മറ്റു മാർഗമില്ല. അതിനാൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളൊരു ക്രിസ്തുവിശ്വാസിയാണെങ്കിൽ ഈ സഭയിൽ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിരിക്കുന്ന കൊടിയ പാപത്തിന് നമുക്ക് ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാം. മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ യേശു ക്രിസ്തു ഏറ്റെടുത്തു. ചില വിശുദ്ധരുടെ ജീവചരിത്രം പറയുന്നത്, മറ്റു പലരെയും തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ അവർക്ക് യാമ്യക്കാരനായി തീർന്ന് മരണം ഏറ്റെടുത്ത് മരിച്ച ചില വിശുദ്ധരെ പറ്റി കത്തോലിക്ക സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പുരോഹിതരെ, ഇവർക്ക് മാനസാന്തരം ഉണ്ടാകുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അസാധ്യമാണ്. അതിനാൽ നമുക്ക് ഒന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല, പറഞ്ഞു തരാൻ അറിയില്ല. എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഈ പിശാചൊന്ന് ഒഴിഞ്ഞു പോവുക എന്നറിയില്ല. അതിനാൽ നിങ്ങളിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും, ദാനിയേലച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം താനും തൻ്റെ കൂടെയുള്ളവരും ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യബുദ്ധിക്ക് അസാധ്യമായ കാര്യം ദൈവം സാധിച്ചു തന്നു. അതുകൊണ്ട് അന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന, നമ്മളാൽ കഴിയത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് കഴിയുന്നിടത്തോളം ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കൊടിയ തിന്മ സഭയിൽ നിന്ന് വിട്ടുപോകും. കാരണം ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച് ആത്മീയ അന്ധരായി തീർന്നിരിക്കുന്ന പൗരോഹിത്യം. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. ഒരു സാധാരണ വിശ്വാസി ചെയ്യുന്നതിനപ്പുറം അവർ ചെയ്യും. ആ അന്ധകാരത്തിലേക്ക് കുറേ ജീവിതങ്ങളെ കൂടെ അവർ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇത് പരിശുദ്ധ കുർബാനയല്ലല്ലോ പ്രശ്നം. അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായ സങ്കടം, ഇവർ രൂപതയുടെ കാര്യാലയത്തിൽ അതിക്രമിച്ച് കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു കാസ വേണം, ഒരു ഓസ്തി വേണം കുർബാന ചെല്ലാനെന്ന് പറഞ്ഞ് അന്നവരെല്ലാം കൂടെ ബലിയർപ്പിച്ച സ്ഥലത്തെപ്പറ്റി എൻ്റെ അറിവ്, ഒരു മൂത്രപ്പുരയുടെ സൈഡിൽ കൊണ്ടുപോയി ഒരു മേശ കൊണ്ടുവന്നിട്ട് അവിടെ ബലിയർപ്പിച്ചു എന്നാണ്. കുളിച്ച് ശുദ്ധി വരുത്താത്തവരും ആത്മാവിൽ പ്രാർത്ഥനയില്ലാത്തവരും ബാഹ്യമായ കുപ്പായം പോലും ഇല്ലാതെ നിന്ന് ബലിയർപ്പിച്ചു എന്നാണ് കേട്ടിരുന്നത്.
ആ കേൾവി സത്യമാണെങ്കിൽ കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ച് കാൽവരിയിൽ ബലിയായി എന്നാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഇവർ കർത്താവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഈ മൂത്രപ്പുരയുടെ സൈഡിലുള്ള മേശയിൽ കിടത്തി വെട്ടിക്കീറി അവരത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. എറണാകുളം മാർക്കറ്റിലെ ഒരു ഇറച്ചി വെട്ടുകാരൻ പോലും ചെയ്യാത്ത പരിപാടി. ഇത്രയേറെ അധപ്പതിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകമായ കാരണം, നരകത്തിൽ ഇവർക്ക് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു. അവരവർക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരം കൊടിയ തിന്മകൾ ചെയ്യാൻ അവർക്ക് സാധിച്ചിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കറിയാം, തീപിടുത്തമുണ്ടായാൽ അതിന് ചുറ്റുവട്ടത്തുമുള്ള തീ കത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ വാരി ദൂരെ അകറ്റിയ ശേഷം മാത്രമാണ് തീ കെടുത്താൻ ഒരുങ്ങുന്നത്. ആദ്യം തീയിലേക്ക് വെള്ളം കൊണ്ടുവന്നൊഴിക്കുകയല്ല. അങ്ങനെ അയച്ചാൽ ചിലപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. മറിച്ച് ചുറ്റുവട്ടത്തും തീ കത്താൻ സാധ്യതയുള്ള സകല വസ്തുക്കളെയും എടുത്തു മാറ്റിയ ശേഷം തീയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫലമായിട്ട് തീ കെടുന്നത് പോലെ നമുക്ക് ഈ വൈദികർക്ക് ചുറ്റുമൊരു വലയം പോലെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ അന്ധകാരം കെട്ടടങ്ങാൻ, ഇവരിലേക്ക് വരുന്ന, ഇവരിൽ നിന്ന് വെളിപ്പെടുന്ന തിന്മയുടെ ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ പങ്കെടുക്കുന്ന ബലിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കൈ വിരിച്ചു പിടിച്ച് കരുണക്കൊന്ന് ചെല്ലുക, ജപമാല ചെല്ലുക. നമുക്കറിയാവുന്ന ഭക്താഭ്യാസങ്ങളെല്ലാം കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉറപ്പ് സമയമെടുക്കുന്നേ ഉള്ളൂ. ഈ തിന്മ കെട്ടടങ്ങും. ഈ തിന്മയുടെ ഉടമസ്ഥരായിരിക്കുന്ന മനുഷ്യർ കുറേയൊക്കെ മാനസാന്തരപ്പെടും. മറ്റുള്ളതൊന്നും മാനസാന്തരപ്പെടാതെ നിത്യനാശത്തിലേക്ക് കർത്താവ് തന്നെ സാത്താൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. ബൈബിള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മാനസാന്തരപ്പെടാൻ കഴിയാതെ വരുന്ന ജീവിതങ്ങളെ സാത്താന് വിട്ടുകൊടുത്തിട്ട് സാത്താൻ അവരുടെ ജഡത്തെ പീഡിപ്പിക്കുമ്പോൾ ആ പീഡനത്തിലെങ്കിലും അവർ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന പണിയാത്. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്ക് പൊട്ടുന്ന വേദനയോടെയാണ് ഈ പറയുന്നത്. നമുക്കൊന്ന് ചേർന്ന് കൈകോർത്ത് പിടിക്കാം. നമ്മുടെ തന്നെ കൂടെ പുറപ്പുകൾ ഇവർ ഈ അന്ധകാരത്തിൻ്റെ വൈദികരുടെ കൂടെ നിൽക്കുന്നു. നമുക്ക് ആരെയും ശത്രുവായി കാണേണ്ട, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. ഈ അന്ധകാരത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. പരിശുദ്ധ സഭയെ വീണ്ടെടുക്കണമേ. അതുപോലെ അധികാര കേന്ദ്രങ്ങൾക്ക് കൂടുതൽ അഭിഷേകവും ബലവും കൊടുക്കണമേ എന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. എല്ലായിടത്തും എത്തട്ടെ. ലോകം മുഴുവൻ ഇതെത്തട്ടെ. എത്തിയിട്ട് ലോകം മുഴുവനുള്ള ദൈവവിശ്വാസികൾ, പ്രത്യേകിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മക്കളും പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ നമുക്കൊരു ചെയിനായി പ്രാർത്ഥിച്ച് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മോചനം നേടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.